ഗുഡ് മോർണിംഗ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് തായ്ലൻഡിനെ കുറിച്ചാണ്. തായ്ലൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ ഓടിയെത്തുന്ന രണ്ട് സ്ഥലങ്ങളാണ് ബാങ്കോക്ക് ആൻഡ് പട്ടായ. ഇതല്ലാതെ തായ്ലൻഡ് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കുറച്ചുകൂടി സ്ഥലങ്ങളുണ്ട്. അതേതാണെന്ന് നമുക്ക് നോക്കാം. തായ്ലൻഡ് എന്ന് പറയുന്ന ഒരു സൗത്ത് ഏഷ്യൻ കൺട്രിയാണ്. ആൻഡ് തായ്ലൻഡിനെ ഫേമസ് ആക്കുന്ന അവരുടെ ബീച്ചസ്, റോയൽ പാലസ് ആൻഡ് അവരുടെ ബുദ്ധ ടെമ്പിൾസ്, ഇതൊക്കെയാണ് തായ്ലൻഡ് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഫാക്ടേഴ്സ്. പറയുകയാണെങ്കിൽ തായ്ലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ബാങ്കോക്ക് ആണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്. ആൻഡ് കറൻസി എന്ന് പറയുന്നത് തായ് ബാട്ടാണ്. അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് തായ് ആണ്. പക്ഷേ ഇംഗ്ലീഷ് വൈഡ്ലി സ്പോക്കൺ ആയതുകൊണ്ട് ടൂറിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ലാംഗ്വേജിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ പറയുകയാണെങ്കിൽ തായ്ലൻഡിനെ ഫേമസ് ആക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ബ്യൂട്ടിഫുൾ ബീച്ചസ് ആണ്. ആൻഡ് റിച്ച് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി, അവരുടെ ടെമ്പിൾസും കാര്യങ്ങൾക്കൊക്കെ അത്രയും റിച്ച് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഉണ്ട്. അത് അവരുടെ ഫേമസ് ഫാക്ടറാണ്. പിന്നെ ഡെലീഷ്യസ് ഫുഡ് ഉണ്ട്, നമുക്കവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അഫോർഡബിൾ ആൻഡ് ലക്ഷറി ഹോട്ടൽസ് ഉണ്ട്. അതുപോലെ അഡ്വഞ്ചർ ആൻഡ് നേച്ചറായിട്ട് സൈഡ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് പ്ലേസ് ആണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ലി പീപ്പിൾ ആയിരിക്കും അവിടുത്തെ ആൾക്കാർ. ആൻഡ് ഈസി ട്രാവൽ ഓപ്ഷൻ ആണ്. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് തായ്ലൻഡ് എന്ന് പറയുന്നത് നവംബർ ടു ഫെബ്രുവരി ആണ്. ആ സമയത്താണ് നമുക്ക് നല്ല വെതറും സൈറ്റ് സീയിങ് അട്രാക്ഷൻസ് ഒക്കെ കൂടുതലായി കാണാൻ പറ്റുന്ന ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നവംബർ ടു ഫെബ്രുവരി ഓർ ഏർലി മാർച്ച് ആണ്. മാർച്ച് ടു മെയ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മാർച്ച് ടു മെയ് എന്ന് പറയുന്നത്. ആ സമയത്താണ് സംക്രാന്ത് ഫെസ്റ്റിവൽ ഉണ്ടാകുന്നത്. ആൻഡ് മെയ് ടു ഒക്ടോബർ എന്ന് പറയുന്നത് ഒരു ഓഫ് സീസൺ ആണ്. അവിടുത്തെ ഒരു കാം ആൻഡ് റിലാക്സ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മെയ് ടു ഒക്ടോബർ ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ബാങ്കോക്ക് സിറ്റിയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തായ്ലൻഡ് ഒരു വൈബ്രൻറ്റ് സിറ്റിയാണ് ബാങ്കോക്ക് എന്ന് പറയുന്നത്. അവിടെ തന്നെ മോഡേൺ ലൈഫ്, നൈറ്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ബാങ്കോക്ക് എന്ന് പറയുന്നത്. അവിടെ തന്നെ നമുക്ക് ഗ്രാൻഡ് പാലസ് ഉണ്ട്, അതുപോലെ തന്നെ ടെമ്പിൾസ് ഉണ്ട്. ഒരുപാട് ടെമ്പിൾസ് നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ട്രഡീഷൻ ആൻഡ് കൾച്ചറൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ തായ്ലൻഡിൽ കാണാൻ പറ്റുന്ന ഈ ബാങ്കോക്ക് സിറ്റിയിലാണ്. അതുപോലെ തന്നെ കുറേ പാർക്കുകൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. റിവർ ക്രൂസ് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ബാങ്കോക്ക് സിറ്റിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ ഫേമസ് സിറ്റിയാണ് പട്ടായ എന്ന് പറയുന്നത്. അതായത് തായ്ലൻഡിൻ്റെ മോസ്റ്റ് വൈബ്രൻറ്റ് സിറ്റിയാണ് പട്ടായ എന്നറിയപ്പെടുന്നത്. നമുക്ക് ഒരുപാട് ബീച്ച് റിസോർട്ട്, സിറ്റീസ്, എൻജോയ് നൈറ്റ് ലൈഫ് ഒക്കെ ബെസ്റ്റ് സിറ്റിയാണ് ഈ തായ്ലൻഡിൻ്റെ പട്ടായ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാൻഡി ബീച്ചസ് ഉണ്ട്. നമുക്ക് ഫാമിലി ഓപ്ഷൻസ് ആണെങ്കിലും നമുക്ക് തായ്ലൻഡിൽ ചെയ്യാൻ പറ്റിയൊരു സിറ്റിയാണ് പട്ടായ എന്ന് പറഞ്ഞത്. വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതലും ഉണ്ടാവും ഈ സ്ഥലത്ത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് തായ്ലൻഡിൻ്റെ ഐലൻഡ് സൈഡാണ്. അതിൽ ഫേമസ് ആണ് ഫുക്കറ്റ് എന്ന് പറയുന്ന ഐലൻഡ്. അതുപോലെ തന്നെ തായ്ലൻഡിലെ ലാർജസ്റ്റ് ഐലൻഡ് ആണ് ഇത്. ആൻഡ് ഓൾസോ ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ്. നമുക്ക് ഇവിടെ തന്നെ നമ്മൾ പേൾ ഓഫ് ആൻഡമാൻ എന്നാണ് നമ്മൾ ഈ തായ്ലൻഡിലെ ഫുക്കറ്റ് ഐലൻഡിനെ അറിയപ്പെടുന്നത്. നമുക്കിവിടെ അവരുടെ കൾച്ചർ, വൈബ്രൻറ്റ് നൈറ്റ് ലൈഫ് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേൾഡ് ക്ലാസ് റിസോർട്ട്സും ഹോട്ടൽസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫുക്കറ്റിലുള്ളതാണ് ബീച്ചസ്, പത്തോങ് ബീച്ച് ആൻഡ് ഫിഫി ഐലൻഡ്, ബിഗ് ബുദ്ധ ടെമ്പിൾ, ഇതൊക്കെ അവിടെ ഫേമസ് ആയിട്ടുള്ള. അതുപോലെ തന്നെ ഓൾഡ് ഫുക്കറ്റ് ടൗൺ, ഇതൊക്കെ നമുക്ക് ഈ ഫുക്കറ്റ് ഐലൻഡിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ക്രാബിയാണ്. അതുപോലെ ഫുക്കറ്റ് പോലെ തന്നെ വേറൊരു ഫേമസ് ഐലൻഡാണ് ക്രാബി. അതുപോലെ തന്നെ അവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ലക്ഷറി ഹോട്ടൽസ്, റിസോർട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഹിഡൻ കേവ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് തായ്ലൻഡിൽ ഒരു പാരഡൈസ് എന്നറിയപ്പെടുന്ന ഒരു ഐലൻഡാണ് ഈ ക്രാബി ഐലൻഡ് എന്ന് പറയുന്നത്. ഇവിടെയും സെയിം നമുക്ക് ബീച്ചസ് ഉണ്ട്, അതൊക്കെ എൻജോയ് ചെയ്യാം. ബീച്ച് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ക്രാബി. അതുപോലെ തന്നെ ഐലൻഡ് ടൂറും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വരുവാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ് ചിയാങ് മെയ് എന്ന് പറയുന്നത്. അതിന് തന്നെ റോസ് ഓഫ് നോർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. തായ്ലൻഡിൻ്റെ കൾച്ചർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു സിറ്റിയാണ് ചിയാങ് മെയ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ട്രഡീഷൻ, ടെമ്പിൾസ്, അവരുടെ നേച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചിയാങ് മെയ് എന്ന് പറയുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ചിയാങ് റായി ആണ് ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് സെയിം ടെമ്പിൾ, അവരുടെ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺട്രി സൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സിറ്റിയാണ് ചിയാങ് റായി എന്ന് പറയുന്നത്. കൂടുതലും വൈറ്റ് ടെമ്പിൾ ആൻഡ് ബ്ലൂ ടെമ്പിൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ചിയാങ് റായിലാണ്. പിന്നെ തായ്ലൻഡിലെ മേജർ എയർപോർട്ട്സിൽ വരുന്നതാണ് സ്വർണ്ണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് ബാങ്കോക്ക് സിറ്റിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഡോങ്മ്യോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നുണ്ട്, ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നുണ്ട്, ആൻഡ് ഓൾസോ ക്രാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്, സമുവ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇതൊക്കെയാണ് അവിടുത്തെ ഫേമസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് വരുന്നത്. തായ്ലൻഡ് എന്ന് പറയുന്നത് സിറ്റി ലൈഫും നൈറ്റ് ലൈഫും മാത്രമല്ല, മറിച്ച് ഒരു ഐലൻഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് കൂടിയാണ്. ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടി ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് വെസ്റ്റ് വേൾഡ് ഹോളിഡേയ്സ്. താങ്ക് യു. ഞാൻ ഇത് എന്താക്കി പറഞ്ഞേ?